ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ പരിപ്പുവടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വടപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഈ ഒരു പരിപ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അരച്ച് എടുക്കാൻ പാടില്ല, ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സറിലാക്കിയിട്ടുണ്ട്. ഇതൊരു 2-3 സെക്കൻഡ് ലൈറ്റായിട്ടൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. ഇനി ഇതിന്ന് ഞാനൊരു 3 ടീസ്പൂൺ എടുത്ത് ഈ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ പിന്നീടുള്ള മിക്സിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പരിപ്പിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ യൂസ് ചെയ്ത് 2-3 സെക്കൻഡ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്ര അരിഞ്ഞാൽ മതിയാവും. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മളിതൊന്ന് ചെറുതായിട്ട് ഉരുട്ടുമ്പോൾ ഒരു ഷേപ്പ് ഫോം ചെയ്യണം. ആ ഒരു പരുവത്തിന് വേണം അരയ്ക്കാനായിട്ട്. ഇതിനൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ റിവേഴ്സിലിട്ട് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ മിക്സറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 സെക്കൻഡ് റിവേഴ്സിലിട്ട് ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. ഇതിനിയും നമുക്ക് നേരത്തെ എടുത്തു വെച്ച് പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പരിപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ചെറിയ ബോൾസാക്കി ഇങ്ങനെ ഉരുട്ടിയെടുത്ത ശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒന്ന് പരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ സൈഡ്സ് ചെറുതായിട്ട് നമുക്കൊന്ന് തിന്നാക്കിയെടുക്കാം. കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പരിപ്പുവടയുടെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സ് ചെറുതായിട്ടൊന്ന് തിന്നായിട്ടിരിക്കും. സെൻറ്ററിൽ വരുമ്പോൾ കുറച്ച് കട്ടിയും ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കിയും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 12 പരിപ്പുവട നമുക്ക് ഈ ഒരു റെസിപ്പി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്കിതൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ പരിപ്പുവട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പൊട്ടാതെ സൂക്ഷിക്കണം. ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് തവിയാണോ യൂസ് ചെയ്യുന്നത് ആ തവിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇറക്കി വെച്ചാലും മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പോട് നല്ല കളറായിട്ടുണ്ട്. ഉൾവശമൊക്കെ വെന്തിട്ടുമുണ്ട്. ഇതിനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം, എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചൂട് പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. നല്ല മഴയൊക്കെ ഉള്ള സമയത്തും ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു നാടൻ വിഭവമാണ്. ഇത് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ പരിപ്പുവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം.
അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.